ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പിന്നെ എല്ലാവർക്കും ക്രിസ്മസ് ആൻഡ് ന്യൂ ഇയർ ആശംസകൾ നേരാണ് കേട്ടോ. ക്രിസ്മസിന് നമ്മുടെ സ്പെഷ്യൽ വിഭവം എന്താണെന്ന് വെച്ചാൽ ബീഫ് വെന്താലും, പേര് പെട്ടെന്ന് കിട്ടിയില്ല കേട്ടോ, ക്ഷമിക്കണേ. ബീഫ് വെന്താലും ആണ് കേട്ടോ നമ്മുടെ സ്പെഷ്യൽ ഐറ്റം. ആദ്യമായിട്ടാണ് കേട്ടോ ഞാൻ ഈ സംഭവം വെക്കണത്. എനിക്ക് വലിയ പിടിയൊന്നുമില്ല ഇത് വെക്കാനായിട്ട്. നേരത്തെ ഞാൻ കണ്ണേട്ടൻ്റെ അമ്മ വെച്ച് കണ്ടിട്ടുള്ള ഒരു പരിചയത്തിൻ്റെ പേരിലാണ് ഇപ്പോൾ വെക്കുന്നത്. പിന്നെ നമ്മുടെ എക്സ്പേർട്ട് യൂട്യൂബ് ഉണ്ടല്ലോ, അങ്ങനെ ഒന്ന് നോക്കിയിട്ട് ഒന്ന് വെക്കാമെന്ന് കരുതി. എല്ലാവരും ഒന്ന് കാണണേ, കണ്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയ ബീഫ് കണ്ണേട്ടൻ രാവിലെ തന്നെ പോയി കുഞ്ചുമായിട്ട് മേടിച്ചിട്ട് വരാനായിട്ട്. കുഞ്ചു അതിൻ്റെ ഇടയിൽ കുറച്ച് അലമ്പായിരുന്നു, പുറത്തേക്ക് പോകണം, കറങ്ങാൻ പോകണം എന്നൊക്കെ പറഞ്ഞിട്ട് ആ ബീഫ് അവിടെ മാറ്റി വെച്ചേക്കട്ടോ. എന്നിട്ട് 1 സ്പൂണോളം നമുക്ക് കടുക് ആവശ്യമുണ്ട്. പിന്നെ കുറച്ച് ഒരു 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയാണ് ആവശ്യം. പിന്നെ മുളക് പൊടി ആവശ്യത്തിന്, എരിവിനനുസരിച്ച് മുളക് പൊടി ചേർക്കാം കേട്ടോ. അത് കൂടാണ്ട് നമുക്ക് കാശ്മീരി മുളക് പൊടി കൂടി ചേർക്കാം കേട്ടോ. നമുക്ക് എരിവിന് മാത്രമല്ലല്ലോ, കളർ കൂടെ വേണമല്ലോ. കളർ കൂടി കൂട്ടാൻ വേണ്ടിയിട്ട് കാശ്മീരി ചില്ലിയാണ് കേട്ടോ ഉപയോഗിക്കുന്നത്. പിന്നെ ഒരു കഷ്ണം ഇഞ്ചിയും, ഒരു 5-6 അല്ലി വെളുത്തുള്ളിയും, പിന്നെ കുറച്ച് ചുവന്നുള്ളിയും, അത് അരയ്ക്കാൻ ആവശ്യമായിട്ടുള്ള ചുറുക്ക എന്ന് പറഞ്ഞാൽ വിനാഗിരി, അതുകൂടി ചേർത്ത് അരക്കുക. ഈ അരക്കണയിൽ ഞാനൊരു കൂട്ടം മിസ് ചെയ്തിട്ടുണ്ടായിരുന്നു, മുരിങ്ങയുടെ തൊലി. അത് ചേർക്കണം എന്നുള്ളവർക്ക് ചേർക്കുന്നതാണ് കൂടുതൽ നല്ലത്. എനിക്ക് ആ സംഭവം കിട്ടാത്തതുകൊണ്ടാണ് ഞാൻ ചേർക്കാതിരുന്നത്. ഇതെല്ലാം കൂടി ചേർത്തിട്ട് നല്ല ഫൈൻ പേസ്റ്റായിട്ട് അരച്ചെടുത്ത് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ബീഫിലേക്ക് ചേർത്ത് നന്നായിട്ട് പുരട്ടി യോജിപ്പിച്ച് ചുരുങ്ങിയത് 1 മണിക്കൂറെങ്കിലും റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഈ മിക്സിലേക്ക് കുറച്ച് കുരുമുളക്, ക്രഷ് ചെയ്ത് വെച്ച കുരുമുളകാണ് കേട്ടോ. പിന്നെ ഉപ്പ് കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് റെസ്റ്റ് ചെയ്യാൻ വെക്കാം കേട്ടോ. ഒരു മണിക്കൂറോളം റെസ്റ്റ് ചെയ്ത് വെച്ച ബീഫ് കുക്കറിലിട്ട് നല്ലപോലെ അടിച്ച് വേവിച്ചെടുക്കാം കേട്ടോ. വിനാഗിരി ചേർത്തിരിക്കുന്നത് കൊണ്ട് തന്നെ ബീഫ് നല്ലപോലെ സോഫ്റ്റ് ആവും കേട്ടോ വെന്ത് കഴിയുമ്പോൾ. പിന്നെ നമുക്ക് ആവശ്യം ഒരു വലിയ സവാള നീളത്തിൽ അരിഞ്ഞത്, ഒരു 2-3 പച്ചമുളക്, ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും വേപ്പിലയുമാണ് കേട്ടോ. പിന്നെ ചട്ടി ചൂടായി കഴിയുമ്പോൾ അതിനകത്തേക്ക് എണ്ണ ഒഴിച്ച്, എണ്ണ ഒന്ന് നന്നായിട്ട് ചൂടായി വരുമ്പോൾ സവാളയും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും പച്ചമുളക്, വേപ്പില ഒക്കെ ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. നന്നായിട്ട് വഴന്നു വരുമ്പോൾ എരിവിന് ആവശ്യമായിട്ടുള്ള മുളക് പൊടിയും നിങ്ങളുടെ ഇഷ്ടത്തിന് ആവശ്യമായിട്ടുള്ളത്. ഓരോരുത്തർക്കും ഓരോരോ ഇഷ്ടങ്ങളാണല്ലോ. ചിലവർക്ക് എരിവ് കൂടുതലുണ്ടാവണം, ചിലവർക്ക് എരിവ് കുറച്ച് മതി. അപ്പോൾ നിങ്ങളുടെ ആവശ്യത്തിനുള്ള മുളക് പൊടി ഇട്ട് കൊടുക്കാം. പിന്നെ ഒരു 1/2 സ്പൂണോളം മഞ്ഞൾപ്പൊടിയും, പിന്നെ കുറച്ച് മസാലപ്പൊടിയും, നമ്മുടെ ഗരം മസാല ഉണ്ടല്ലോ, ഇതെല്ലാം ചേർത്ത് നല്ലപോലെ വഴറ്റി മസാലയൊക്കെ ഒന്ന് മൂത്ത് നല്ലപോലെ ഡ്രൈ ആയിട്ട് എടുക്കാം. വേവിച്ച് വെച്ചിരിക്കുന്ന ബീഫ് ഈ മസാലയിലേക്ക് ഇട്ട് നല്ലപോലെ യോജിപ്പിച്ച് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. ചെറിയൊരു ഗ്രേവിയോടുകൂടി ഒന്ന് കുറുകിയിരിക്കുന്ന പരുവത്തിലാണ് ഇതിരിക്കുന്നത്. കുറച്ച് കറിവേപ്പിലയോട് താളിച്ച് ഓഫ് ചെയ്ത് വെക്കാം. ഇത് ഇന്നല്ല ശരിക്കും എടുക്കേണ്ടത് കേട്ടോ, പിറ്റേ ദിവസം കഴിക്കുമ്പോഴാണ് ഇതിന് സ്വാദ് കൂടുന്നത്. അപ്പോൾ എങ്ങനെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂലേ? അപ്പോൾ ക്രിസ്മസിനോ ന്യൂ ഇയറിനോ ഈ ഒരു വിഭവം ട്രൈ ചെയ്യാൻ മറന്നു പോകണ്ട കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി ക്രിസ്മസ് ആൻഡ് ന്യൂ ഇയർ ആശംസകൾ. വീഡിയോ ഇഷ്ടമായ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ട് എനിക്ക് അത്യാവശ്യമാണ്. അപ്പോൾ പുതിയ വീഡിയോയുമായി വീണ്ടും കാണുന്നവരെ ടാറ്റ ബൈ ബൈ, സീ യു.